എന്നെക്കുറിച്ച് ഇപ്പോൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയകളിലും ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ KNMന്റെ ആളെന്നായിരുന്നു, വിശദമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും KNM പള്ളിയിൽ തന്നെയാണ് ഖുതുബ പറഞ്ഞിരുന്നത്. അപ്പോൾ KNMുമായിട്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്, ഇതെല്ലാം ഒരു തരം നാടകീയമാണ് എന്നൊക്കെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മാരിവിൻ്റെ തൊട്ട് മുമ്പ് ബാങ്ക് വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇരിക്കുന്നത്. വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി അള്ളാഹുവാണ് സത്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇത് നമ്മളാരും ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കച്ചകെട്ടി പ്രചരിപ്പിച്ചതല്ല. ഈ കൂരിയാട് ദുർമന്ത്രവാദി തന്നെ അവൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ വോയിസ് ജനങ്ങളിലേക്ക് നമ്മൾ പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം വ്യാപകമായ കളവും ദുഷ്പ്രചരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളും ആയി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെതിരിൽ വരുമ്പോൾ ഈ ചങ്ങാതി തന്നെ മുമ്പ് പറഞ്ഞു വെച്ചതൊക്കെ അതിൻ്റെ വൈരുദ്ധ്യങ്ങളൊക്കെ സമൂഹത്തിൽ നമ്മൾ കേൾപ്പിക്കാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിലുള്ള ആളുകൾക്ക് ഈ ചങ്ങാതിയുടെ കപടമുഖം, അവൻ്റെ നാടകീയ മുഖം അത് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ ഇനി അതിനെ ആളുകളുടെ മനസ്സിലുള്ള ആ ശരിയായ ധാരണയെ ഇനി എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുക എന്ന ഒരു വിഫല ശ്രമമാണ് ഇപ്പോൾ വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി പാങ്ക് കൊടുത്തതിന് ശേഷം മഗ്‌രിബിന് പള്ളിയിൽ വെച്ചിട്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ ഈ ചങ്ങാതിയെ യാതൊരു തരത്തിലും പിശാച് സ്വാധീനിക്കാത്തൊരു സന്ദർഭത്തിലാണ് പറയുന്നത് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാനാണോ എന്നറിയില്ല. ഏതായിരുന്നാലും ശരി, ഈ ചങ്ങാതി തന്നെ പറഞ്ഞ ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ ഒന്നുകൂടി കേട്ട് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ചങ്ങാതി എന്തുമാത്രം കളവും പിന്നെ കബളിപ്പിക്കലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോടുള്ള അങ്ങേയറ്റത്തെ കുടിപ്പക തീർക്കുകയുമാണ് ഈ ചങ്ങാതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണപ്പോൾ ഞാൻ ഇവരോട് പറയലുണ്ടല്ലോ, എന്നെപ്പറ്റി മന്ത്രവാദി എന്ന് പറഞ്ഞു നടക്കുന്ന KNMമാരാണ് നിഫായക്കുടിമ്പലൊക്കെ. എന്നിട്ട് ആ മന്ത്രവാദിയാണ് KNM രജിസ്റ്റേർഡായ പള്ളിയിൽ മിമ്പർമ കയറിയില്ല 5 കൊല്ലമായി. അപ്പോൾ ഇവരൊക്കെ നിലപാടെന്താ? കാരണം ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയാം, നമ്മളെ ചികിത്സ പക്കാ ശിർക്കാന്ന് പറയാം. എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇപ്പോഴും നമ്മളെ കുത്തുബക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു വൈരുദ്ധ്യം, അതിൻ്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം. അപ്പം അത് ഒരിക്കൽ നമ്മളോട് അൽഹംദുലില്ലാ ഒരു മുഹബ്ബത്ത് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, അതുകൊണ്ട് നമ്മളെ മെമ്പർമാരുടെ തൗഹീദും കാര്യങ്ങളും നല്ല രൂപത്തിൽ പറയുന്ന നിലപാടൊന്നും മാറ്റേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ കേട്ടല്ലോ സഹോദരന്മാർ, ഈ നുണയനായ കൂരിയാട് ദുർമന്ത്രവാദി പറഞ്ഞത് ആളുകളെ കേൾപ്പിച്ചാൽ തന്നെ മതി. നമ്മൾ പ്രത്യേകിച്ച് ഇയാളുടെ പേരിൽ വേറെ എന്തെങ്കിലും കച്ചകെട്ടി പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം വ്യക്തമായി ഇദ്ദേഹം KNM 5 കൊല്ലക്കാലം KNM പള്ളിയിൽ, രജിസ്റ്റേർഡ് പള്ളിയിൽ ഖുതുബ നിർവഹിക്കുകയായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അത് അവർക്കറിയാം, അവർക്കറിയില്ല എന്നല്ല, അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്നിട്ട് ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയുക, ഷിർക്കാണെന്ന് പറയുക, എന്നിട്ട് ആ ഷിർക്കായ ദുർമന്ത്രവാദിയെ പള്ളിയിൽ KNM രജിസ്റ്റേർഡ് പള്ളിയിൽ മിമ്പറിൽ കയറ്റുക. ഇതിൻ്റെ വൈരുദ്ധ്യം അവരോട് ഞാൻ തന്നെ പറയാറുണ്ട് അല്ലേ? ഇങ്ങനെ വ്യക്തമായി ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. നമ്മളാരും അദ്ദേഹത്തിൻ്റെ പേരിൽ കച്ചകെട്ടി പറഞ്ഞതല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ആ അവിഹിത കൂട്ടുകെട്ട് എന്താണ് എന്നത് വ്യക്തമായി പറഞ്ഞത് ഈ കൂരിയാട് ഉസ്താദ് തന്നെയാണ്. 2012 വിസ്ഡം സംഘടനയായി രൂപപ്പെടുന്നതിൻ്റെ പൂർവിക രൂപം ഉണ്ടല്ലോ, പഴയ രൂപം, സക്രിയ സലാഹിയൊക്കെ ഇറങ്ങി തിരിച്ച കാലഘട്ടം, ആ കാലഘട്ടം മുതൽ വിസ്ഡമിൻ്റെ കൂടെ ഉണ്ട്. വിസ്ഡം പേര് സ്വീകരിച്ച് പുറത്തു വന്നത് മുതലും ഞാനുണ്ട്. 2019 6 മാസം വരെ ഞാൻ അവരെ കൂടെ തന്നെയാണ്. സഹോദരന്മാരെ, ഇവിടെ സാജിദ് എന്ന് പറയുന്ന ഒരാൾ വിസ്ഡത്തിൻ്റെ വേദിയിൽ വന്നിട്ടില്ലെന്നോ സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടില്ലെന്നോ KNMന് മറുപടി പറഞ്ഞിട്ടില്ലെന്നോ എന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ ദുർമന്ത്രവാദം എപ്പോൾ ഉടലെടുത്തോ അന്ന് മുതൽ അദ്ദേഹത്തെ വിളിക്കുകയും ശാസിക്കുകയും ഇത് ഈ പ്രസ്ഥാനത്തിൽ പറ്റില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇദ്ദേഹം തന്നെ, ഈ ദുർമന്ത്രവാദി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളി. എന്നെ വിളിച്ചിട്ട് പറയണെന്ത് സാജിദ് നിർത്തണം. എന്താ അവർക്ക് പേടി? അനീഫ് കായക്കൊടിനെ, KNMമാരെ, മടവൂർ ഭാഗത്തെ സുന്നിയാളെ പേടി. കാരണം എന്താ? ഞാൻ എവിടെയെങ്കിലും പോയി റൊക്കെ ചെയ്ത് എന്തെങ്കിലും വിശ്വാസം ഉണ്ടായാൽ വിസ്ഡം പണ്ഡിതൻ ജിന്നിറക്കി എന്ന് പറഞ്ഞ പ്രശ്നമാവൂലേ? അതിന് ഇന്ന നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ഇത് നിർത്തിക്കുക. ഞാൻ പറഞ്ഞു, ഇത് മദ്ലൂമിനെ സഹായിക്കലാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ തൗഹീദിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ശിർക്ക് അവരെ ഒഴിവാക്കാനും പറ്റുന്ന വലിയൊരു ലാഭത്തിന്റെ മേഖലയാണ് ഇത്. 10 വർഷമായിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസത്തിന് വയലു പറയാനും ഞാൻ ഉണ്ടാവും. ഈ വിഷയം ഞാൻ ചെയ്യുന്നത് രണ്ടും കൂടി ഇതിനുള്ളിൽ നടക്കൂലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിത് ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഒരു രാജിക്കത്ത് എന്നിട്ട് സാജിദ് മാറി. കേട്ടല്ലോ സഹോദരന്മാരെ, ഈ
ദുർമന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് വിസ്റ്റം പറഞ്ഞു നിർത്തണം. എന്താ നിർത്തണം എന്ന് പറഞ്ഞത്? റുക്കിയ ഷറിയ നിർത്തണം എന്നാ? അല്ല, റുക്കിയ ഷറിയ നിർത്താൻ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയില്ല. നേരെ മറിച്ച് ഇവൻ്റെ ഈ ദുർമന്ത്രവാദപ്പണി നിർത്തണം. ആ ദുർമന്ത്രവാദപ്പണി നിർത്തൂല എന്നാരാ പറയണത്? ഈ ദുർമന്ത്രവാദി തന്നെ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇതുപോലെ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ കൂടെ ഇവൻ പുറത്തു പോയി ചെയ്തു കൂട്ടിയ ദുർമന്ത്രവാദ പണികളെല്ലാം കൂടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു കുൽസിത ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി വിസ്റ്റവുമായി അവൻ്റെ ബന്ധത്തെ അങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് കണക്ട് ചെയ്യാണ്. നിങ്ങളിവിടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടില്ലെന്നോ, വേദിയിലടി പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്നോ, KNM മറുപടി പറഞ്ഞിട്ടില്ലെന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഈ ദുർമന്ത്രവാദ പണി തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിളിച്ച് അത് നിർത്തണമെന്ന് പറയുകയും നിങ്ങൾക്കത് നിർത്താൻ പറ്റില്ലെന്ന് പറയുകയും അങ്ങനെ രാജിക്കത്ത് കൊടുത്ത് പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനുശേഷം പിന്നെ ഞങ്ങളൊരു രഹസ്യമായ കരാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ നിങ്ങൾ ഈ പച്ച നോണയും പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സമൂഹ മധ്യത്തിൽ നമ്മളാരും നിങ്ങളുടെ മുഖം പിച്ച് ചീന്തേണ്ടി വരില്ല. അതൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുഖം സമൂഹ മധ്യത്തിൽ ഇതുപോലെ പിച്ച് ചീന്തി വികൃതമാക്കി ഒരു വസ്തുവിനും ഒരു നയാ പൈസക്കും പറ്റാത്ത ആളായി നിങ്ങൾ സ്വയം അധപ്പതിച്ച് പോകും എന്നാണ് നമുക്ക് നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇവനെ പേറുന്നവരും സ്ഥിതിയും അത് തന്നെയാണ്. അതിനുശേഷം പിന്നീട് 20, 21, 22, 23, 24 ഈ 5 വർഷവും വിസ്ഡം വിഭാഗത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ രഹസ്യമായി എന്തിരുന്നത് കൂടെ ഉണ്ടായിരുന്നത്. ചികിത്സാ കാര്യങ്ങളെല്ലാം അവരുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് തന്നെ അവരെന്നോട് രഹസ്യമായി സാജിദ് ചികിത്സിച്ചോ എന്നിട്ട് തൽക്കാലം മാറി നിന്നോ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അന്ന് മാറി നിന്നിരുന്നത്. എന്തൊക്കെ കളവുകളാണ് ഈ ദുർമന്ത്രവാദി പറഞ്ഞു കൂട്ടുന്നത്. നേരത്തെ ഇതിന് നേരെ വിരുദ്ധം. ഇത് നിർത്തണം എന്ന് പറഞ്ഞു, നിർത്തൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് രണ്ടുമായിട്ട് മുന്നോട്ട് പോകും. അന്ധവിശ്വാസങ്ങൾക്ക് ഇതിൽ പ്രസംഗിക്കാനും ഞാനുണ്ടാവും. അതേ സമയത്ത് ഈ ദുർമന്ത്രവാദ പണിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് പുറത്തു പോയ ആളാണ് ഇവൻ. എന്തിനാണ് നിങ്ങൾ ഹനീഫ് കായക്കുട്ടിനെ പേടിക്കുന്നത്, മടവൂരിനെ പേടിക്കുന്നത്, മടവൂരികളെ പേടിക്കുന്നത്, സമസ്തക്കാരെ പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വിസ്റ്റത്തിനെതിരെ കുത്തിയ ഈ മനുഷ്യൻ ഇപ്പോൾ പറയാണ് അല്ല ഞാൻ വിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ അഗ്രിമെൻ്റ് ഉണ്ട്. എന്നാൽ പിന്നെ ആ അഗ്രിമെൻ്റ് പ്രസിദ്ധീകരിക്കുക, പബ്ലിഷ് ചെയ്യ്. എന്ത് അഗ്രിമെൻ്റ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിട്ട് ഇതുപോലെ റുക്കിയ ഷറിയൻ്റെ വിഷയത്തിൽ ഉണ്ടാക്കിയത് എങ്കിൽ അതുകൊണ്ട് പ്രസിദ്ധീകരിക്കുക. അതെന്താണ് പുറത്തു വിട്ടാൽ നിങ്ങൾക്ക് പച്ചക്കളവുകൾ ആളുകളെ പറഞ്ഞ് കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാന്നല്ലാതെ. എന്നെ വിളിച്ചിട്ട് പറയണെന്ത് സാജിദ് നിർത്താം. എന്താ അവർക്ക് പേടി? ഹനീഫ് കായക്കുടിനെ, KNM മടവൂർ വിഭാഗത്തെ സുന്നിയാളെ പേടി. കാരണം എന്താ? ഞാൻ എവിടെയെങ്കിലും പോയി റൊക്കെ ചെയ്ത് എന്തെങ്കിലും വിശ്വാസം ഉണ്ടായാൽ വിസ്ഡം പണ്ഡിതൻ ജിന്നിറക്കിയെന്ന് പറഞ്ഞ പ്രശ്നമാവൂലേ? അതിന് ഇന്ന നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ഇത് നിർത്തിക്കുക. ഞാൻ പറഞ്ഞു ഇത് മദ്ലൂമിനെ സഹായിക്കലാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ തൗഹീദിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ശിർക്ക് അവരെ ഒഴിവാക്കാനും പറ്റുന്ന വലിയൊരു ദഅവത്തിന്റെ മേഖലയാണ് ഇത്. 10 വർഷമായിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അന്ധവിശ്വാസത്തിന് വയലു പറയാനും ഞാൻ ഉണ്ടാവും. ഈ വിഷയം ഞാൻ ചെയ്യുന്നത് രണ്ടും കൂടി ഇതിനുള്ളിൽ നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഒരു രാജിക്കത്ത് എന്നിട്ട് സാജിദ് മാറി. അപ്പോൾ കേട്ടല്ലോ സഹോദരന്മാരെ, വിസ്റ്റം നേതൃത്വം അദ്ദേഹത്തെ വിളിക്കുകയും ഇത് നിർത്തണമെന്ന് പറയുകയും ഇത് രണ്ടും ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നും അപ്പോൾ ഞാനിത് നിർത്തൂല, എനിക്കിത് രണ്ടും ഞാൻ പറയും എന്ന് രണ്ടുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് രാജിക്കത്തും കൊടുത്ത് പുറത്തു പോയ ആളാണ് ആര്? സാജിദ്. വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനകത്ത് ഇതുപോലത്തെ ദുർമന്ത്രവാദികളെ വെച്ചു പൊറുപ്പിച്ചിട്ടില്ല. അത് കൃത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഈ ദുർമന്ത്രവാദിയുടെ നാവിലൂടെ തന്നെ വളരെ വ്യക്തമായി നിങ്ങൾ കേട്ട് കഴിഞ്ഞു. എന്തിനാ ഇദ്ദേഹത്തിന് വേറൊരാൾ മറുപടി പറയണ്ടേ? ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിനുള്ള എല്ലാ മറുപടിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്ന് KNMന്റെ പേരിൽ പറയണ്ട, നിങ്ങളുമായിട്ട് തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ്. പിന്നെ KNMന്റെ രജിസ്റ്റേർഡ് ഉള്ള പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 15 കിലോമീറ്റർ അപ്പുറത്ത് പെരിഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയുള്ള 1-2 പ്രവർത്തകർ ഞാൻ ന്യൂട്രായി നിന്ന സമയത്ത് എന്നോട് ചോദിച്ചു, സാജിദിനാണ് നിങ്ങളിപ്പം എന്തിനെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ KNMലും ഇല്ല, ഞാൻ വിസ്ഡമിലും ഇല്ല, ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര നിലപാടിലാണെന്നുള്ളത്. ഇതിങ്ങനെ കേട്ടാൽ തന്നെ ഈ ചങ്ങാതി എന്തുമാത്രം കളവാണ് പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ KNMന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നിടത്ത് ഇയാൾ പറയാം ഞാൻ ന്യൂട്രലായി നിൽക്കുന്ന കാലത്ത്. ഏതാണ് ആ ന്യൂട്രലായി നിന്ന കാലം? അത് ഏത് കൊല്ല? 2019 വരെ നിങ്ങൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് 2019, 2020, 2021, 2022, 2023, 2024, ഇപ്പോൾ 2025
ഈ 2025 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളിപ്പോൾ ഈ 6 മാസം മുമ്പാണ് നിങ്ങൾക്ക് ഇത് ബോധോദയം വരുന്നത്. അത്രയും കാലത്തിനടുത്ത് നിങ്ങൾക്ക് വിഷ്ടവുമായ ഒരു രഹസ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറയുകയാണ് എന്ത്, ഞാൻ ന്യൂട്രായി നിൽക്കുന്ന കാലമാണ്, ഞാൻ വിഷ്ടത്തിലും ഇല്ല കേന്നമിലും ഇല്ല. അപ്പോൾ സ്വതന്ത്രമായ ചികിത്സയായിട്ട് നടക്കുന്ന കാലഘട്ടമാണ്. ആ സ്വതന്ത്രമായ ചികിത്സ നടക്കുന്ന കാലഘട്ടത്തിൽ കേന്നം പള്ളിയിൽ അവർക്കറിയില്ല ഞാനിങ്ങനെ ചികിത്സിക്കണമെന്ന് അറിയൂല. എന്തൊരു കളവാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഇയാൾ അതിന് നേരെ വിരുദ്ധമായി അറിയും. കേന്നമ്മുകാരോട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറയുന്ന ഈ വൈരുദ്ധ്യം കേട്ടിട്ടെങ്കിലും കേന്നമ്മുകാരാ, നിനക്കൊന്നും ബോധോദയമില്ലല്ലോ. ഈ പച്ച നുണ പറയുന്ന ഈ ദുർമന്ത്രവാദിയെ പേറി നടക്കാൻ ഉളുപ്പില്ലാത്ത കേന്നമ്മുകാരെ, നിങ്ങളോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് തന്നെ ഇവനൊരു വിനയായി മാറും, യാതൊരു സംശയവും ഇല്ല. ഇത്രമാത്രം. ഇപ്പോൾ കേന്നം ചോറ് കൊടുത്തപ്പോൾ കേന്നമ്മിന് അനുകൂലമായി പറയുക. ആരാണോ ചോറ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അനുകൂലമായി പറയുന്ന ഒരു വായാടി മാത്രമാണ് ഈ സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന ദുർമന്ത്രവാദി എന്നതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. നിങ്ങളിത് കേട്ടു നോക്ക്, ഈ പറയുന്ന സംഗതികൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് സഹോദരന്മാരെ. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് പറയലുണ്ടല്ലോ, എന്നെപ്പറ്റി മന്ത്രവാദി എന്ന് പറഞ്ഞു നടക്കുന്ന കേന്നന്മാരാണ് ഫാക്കുടിമ്പലൊക്കെ. എന്നിട്ട് ആ മന്ത്രവാദിയാണ് KNM രജിസ്റ്റേർഡായ പള്ളിയിൽ മെമ്പർമ കയറിയില്ല 5 കൊല്ലമായി. അപ്പോൾ ഇവരൊക്കെ നിലപാടെന്താ? കാരണം ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയാം, നമ്മളെ ചികിത്സ പക്കാ ശിർക്കാന്ന് പറയാം. എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇപ്പോഴും നമ്മളെ കുത്തുബക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു വൈരുദ്ധ്യം. അതിൻ്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട്, അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം. അപ്പം അത് ഒരിക്കൽ നമ്മളോട് അൽഹംദുലില്ലാഹ് ഒരു മുഹബ്ബത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി ഇദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അവിടുത്തെ ആളുകളോട് ഈ വൈരുദ്ധ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കതറിയാം. ഞാൻ സ്വതന്ത്രമായി ഇപ്പുറത്ത് ഇങ്ങനെ ചികിത്സ ദുർമന്ത്രവാദ പണിയായിട്ട് നടക്കുമ്പം എൻ്റെ പണി ശിർക്കാണെന്ന് പറയുന്ന KNM തന്നെ എന്നെ ഈ പള്ളിയിലേക്ക് വിളിക്കുന്നതിൻ്റെ വൈരുദ്ധ്യം ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് നമ്മളോട് എന്താണെന്നറിയില്ല, ഒരു മുഹബ്ബത്ത്. എങ്ങനെയാണ് ഈ മുഹബ്ബത്ത് ഉണ്ടാവുക? അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ആ അവിശുദ്ധ കൂട്ടുകെട്ട്? അതൊക്കെ നിങ്ങളാണ് ഇവിടെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി ഇദ്ദേഹം ഈ KNM പള്ളിയിലുള്ള ആൾക്കാരൊന്നും ഇത് അറിയൂല എന്ന ഒരു പച്ച നുണ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കണ കേട്ടോളൂ നിങ്ങൾ അതിൻ്റെ ബാക്കി. എങ്കിൽ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾക്ക് കുത്തുബ നിർവഹിച്ചുകൂടെ? കാരണം ഇവിടെ അങ്ങനെ കക്ഷിത്വമില്ല. KNM രജിസ്റ്റേർഡ് എന്നേ ഉള്ളൂ, പക്ഷെ അവിടെ അങ്ങനെ കക്ഷിത്വമില്ല, എല്ലാവരും സഹകരിച്ച് പോകുന്ന പള്ളിയാണ്. ശരി എന്ന് പറഞ്ഞ് ഞാൻ അതിൽ കയറി. പക്ഷെ അവരെന്നോട് ഇതുവരെ നിങ്ങൾ ചികിത്സിക്കാറുണ്ടോ, നിങ്ങളിപ്പോൾ റുക്കിയലുണ്ടോ, ഇതൊന്നും അവർക്ക് അറിയില്ല, അവിടുത്തെ പ്രവർത്തകർക്കും അറിയില്ല. അവർ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് അങ്ങനെ എന്ത് ചെയ്തു, ഉള്ളിൽ കയറി ഖുതുബ നിർവഹിച്ചു. കേട്ടല്ലോ സഹോദരന്മാരെ. ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്? വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി, പിന്നെ മഗ്‌രിബാണ് സമയം, ബാങ്ക് കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ വർത്തമാനത്തിൽ ഇദ്ദേഹം പറഞ്ഞത് എന്താ? അവർക്കതറിയൂല, എന്നോട് അവർ ചോദിച്ചിട്ടുമില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ പിന്നെ മറ്റേ വോയിസ്കിൽ എന്താ പറയണത്? എന്നെ ഒരു ഭാഗത്ത് ദുർമന്ത്രവാദി എന്ന് ഹനീഫ് കാക്കോടിയെ പോലുള്ള ആളുകൾ പറയുക, എന്നിട്ട് അവരുടെ തന്നെ രജിസ്റ്റേർഡ് പള്ളിയിൽ എനിക്ക് ഖുത്ബ ചെയ്യാൻ അവസരവും തരിക. അങ്ങനത്തെ ഒരു വൈരുദ്ധ്യം നാം അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പള്ളിയിലുള്ള ആളുകളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരതറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് പറയാണ് അവരതറിയൂല, ഞാനത് എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോലത്തിൽ കളവ് പറയുന്ന ഒരു മനുഷ്യനെയാണല്ലോ KNMകാര നീ ഇപ്പോൾ ചോറ് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു വലിയ വിനയായി ഭവിക്കും എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. KNM പള്ളിയിലെ ഒരു ഗർജസിംഹം ഖുത്ബ നിർവഹിക്കുന്ന പള്ളിയിലെ ഒരാൾ അവരുടെ വീട്ടിൽ നിന്ന് ഈ ചങ്ങാതിയുടെ അടുത്ത് ഇന്നലെ പോലും കൊണ്ടുവന്നു എന്ന് ആ വോയിസ് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം അതൊന്നും അദ്ദേഹം എന്ത് ചെയ്യില്ല, പുറത്തുനിന്ന് പറയില്ല. നിങ്ങൾ ഇവൻക്കെതിരിലൊന്ന് തിരിഞ്ഞു നോക്കൂ, ഇവന് KNMൻ്റെ ആളല്ല നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തി നോക്ക്, ഇവന് KNMുമായി യാതൊരു ബന്ധവുമില്ല എന്നൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. അപ്പോൾ ഈ KNMനെതിരിലുള്ളതൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഇത് KNMകാരായ മഹാഭൂരിപക്ഷം ആളുകളും ഈ മന്ത്രവാദിയുടെ അടുത്ത് മന്ത്രവാദ ചികിത്സക്ക് കൊണ്ടുപോയ വിവരം ആര് പറയുന്നുണ്ട്? KNMകാരനായ അബ്ദുൾ റഷീദ് കണിയാരി കുറ്റിപ്പുറം അത് പറയുന്നുണ്ട്, ആ ചങ്ങാതി പറയുന്നുണ്ട്. അതൊക്കെ നമ്മളോട് കേൾപ്പിച്ചതാണ്, സമയദൈർഘ്യം കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ അത് കേൾപ്പിക്കുന്നില്ല എന്ന് മാത്രം.